അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആന്, തൗറാത്ത്, ഭഗവത്ഗീത, ബൈബിള് ഈ 4 ഗ്രന്ഥങ്ങളിലും എനിക്ക് മനസ്സിലായ കാര്യം എന്നുള്ളത് ഈ 4 ഗ്രന്ഥങ്ങളും പറയുന്നത് ഒരൊറ്റ സൃഷ്ടാവിനെയാണ്. ഈ ഒരു നിമിഷം നിങ്ങളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടാവാണ്. എന്നാൽ ഈ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് ഈ 4 ഗ്രന്ഥങ്ങൾ പറയുന്നത്. എന്നാൽ 24 hours നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കൂടെയുള്ള നമ്മളെ സൃഷ്ടാവിനെ മറന്നിട്ട് ദൈവങ്ങളെ മനുഷ്യരുണ്ടാക്കിയെടുത്തു, എത്ര മതങ്ങൾ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഇവിടെ അനീതിയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവൻ ഏത് മതമായിക്കോട്ടെ, അവൻ ഏത് പേരിൽ അറിയപ്പെട്ടോട്ടെ, പക്ഷെ അവൻ്റെയൊക്കെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന, അവനെ 24 hours അവൻ്റെ കൂടെയുള്ള അവൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് അവൻ പഠിച്ചിരുന്ന മതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഇന്നും എത്രയോ അനീതിയും ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ നിലവിലുണ്ട്. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യഥാർത്ഥ സത്യത്തെ അവന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ പഠിച്ച് അവനക്ക് കിട്ടും. അള്ളാഹു ഒരിക്കലും സത്യത്തെ അള്ളാഹു ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ബുദ്ധി. ഇനിയെങ്കിലും യഥാർത്ഥ സത്യത്തിലേക്ക് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കൊരു അവസരം സൃഷ്ടാവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. ഏതൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന് ഒരേ നിറം തന്നെയാണ്. ഒരിക്കലും ഒരു മനുഷ്യർക്ക് വേറെ നിറം കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യരും ഒരൊറ്റ സൃഷ്ടാവിന്റെ സൃഷ്ടിയായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നമുക്ക് ബുദ്ധി തന്നത്? ഈ 4 മതഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്നുള്ളത് ഏകദൈവ വിശ്വാസത്തെയാണ് ഈ 4 മതവും പറയുന്നത്. എന്നാൽ ആ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് ആ 4 മതങ്ങളും പറയുന്നത്. ഈ 4 മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറയാനുള്ളത് സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യമാണ്. എന്നാൽ ഈ ഒരു കാര്യം ഒരു മനുഷ്യന് വിശ്വസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൻ പാപങ്ങളിലേക്ക് പോവില്ലായിരുന്നു. ഒരു ക്യാമറക്കുള്ളിലുള്ള ജീവിതമാണ് സൃഷ്ടാവ് നമുക്ക് വെച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഭയന്നുകൊണ്ട് നമ്മൾ ജീവിക്കണമായിരുന്നു. ഒരു പക്ഷെ നമ്മൾ അതിനെ ഭയക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് മുന്നിൽ നാളെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മളത് കാണുക തന്നെ ചെയ്യും. ആ ഒരു ഓർമ്മയോട് കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ എവിടെയാണോ നമുക്ക് പിഴവ് സംഭവിച്ചത് അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക. യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്ക് തുടങ്ങാൻ ശ്രമിക്കാം.